ആലപ്പുഴയിലെ വാശിയേറിയ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്തായാലും ഇന്ന് കൊട്ടിക്കലാശം നമ്മളോടൊപ്പമുള്ളത് NDAയുടെ തീപ്പൊരി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. ചേച്ചി, ഇത്തവണ ഇപ്പോൾ അമിത്ഷാ തന്നെ എത്തി, കൊട്ടിക്കലാശത്തിന്റെ ദിവസം അമിത്ഷാ തന്നെ പ്രചരണ രംഗത്തേക്ക് എത്തുകയാണ്. അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു. എന്താണ് പ്രതീക്ഷ? എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് കൊടുക്കാനുണ്ടായിരുന്ന വാക്ക്. ആ വാക്ക് ഞാൻ കൊടുത്തിരുന്നു. ഞാനൊരു വലിയ വികസന രേഖ അത് പുറത്തിറക്കിയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഇത്രയേറെ വികസന പദ്ധതികൾ എന്നുള്ള ഒരു വികസന രേഖ അവതരിപ്പിക്കാൻ സാധിക്കുന്നത്. അത് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അഖിലേന്ത്യാ തലത്തിൽ പബ്ലിക് പോളിസി മേക്ക് ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ടീമുമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചു. ഈവൻ അമിത്ഷാജിയുടെയും മോദിജിയുടെയും വരെ ആശീർവാദം അതിൽ നേടിയെടുക്കാൻ സാധിച്ചു. ആലപ്പുഴയ്ക്ക് വേണ്ടി 5000 കോടി രൂപയുടെ ജലപാത എന്നുള്ളത് ശോഭാ സുരേന്ദ്രന് വെറുതെ സ്വപ്നം കണ്ട് പറയാൻ സാധിക്കില്ലല്ലോ. 2000 കോടിയുടെ ഡിജിറ്റൽ പാർക്കിനെ കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കില്ല. 3 വർഷം കൊണ്ട് എല്ലാവർക്കും വീട് കൊടുക്കും എന്ന് എനിക്ക് പറയണമെങ്കിൽ. അപ്പോൾ ഇതെല്ലാം പറയാനായിട്ട് എന്നെ അനുഗ്രഹിക്കുകയും അത് പറയാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുകയും ചെയ്തത് ഈ ഞങ്ങളുടെ അഖിലേന്ത്യാ തലത്തിലുള്ള ടീം തന്നെയാണ്. ഇന്നും അമിത്ഷാജിയുടെ പ്രസംഗത്തിലൂടെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. കരുവന്നൂരിലെ തട്ടിപ്പിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ഇവിടുത്തെ കരിമണൽ ലോബിയെക്കുറിച്ചും അദ്ദേഹത്തിന് പറയാൻ സാധിച്ചുവെങ്കിൽ ജനങ്ങൾക്ക് കൊടുത്ത വാക്കെന്ന് പറയുന്നത് ആലപ്പുഴക്കാരെ കൊള്ളയടിക്കാൻ ഒരു വ്യവസായ പ്രമുഖനെയും ഇനി അനുവദിക്കില്ല എന്നുള്ളതാണ്. 2 വികസനം, സമ്പൂർണ്ണ വികസനം എന്നുള്ളതാണ്. അതിനവർക്ക് പരിപൂർണ്ണ സമയം ഒരു ജോലിക്കാരിയെ കിട്ടും, അത് അവരുടെ ശോഭയായിരിക്കും എന്നുള്ളതാണ്. ആ പറഞ്ഞ വാക്കുകളെയെല്ലാം അക്ഷരാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ തന്നെ അമിത്ഷാജി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചന നൽകാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടിയിട്ടാണ് സ്വീകരിക്കുന്നത്. തീരദേശ മേഖലകളിലൊക്കെ വലിയൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവർ കുറെ കാലമായി വീടില്ലാതെയും അവരുടെ മക്കൾക്ക് നല്ല പഠിക്കാനുള്ള സാഹചര്യമില്ലാതെയും അവരുടെ സമൂഹത്തിനകത്ത് ഭീകരവാദത്തിന്റെ പ്രതിസന്ധികൾ ഉൾപ്പെടെ അനുഭവിച്ചുകൊണ്ട് അവർ ജീവിക്കുകയാണ്. വള്ളവും വലയും നഷ്ടപ്പെട്ടവർക്ക് 10 കൊല്ലം മുമ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ വള്ളവും വലയും പോലും കൊടുക്കാതെ നാട്ടിലൊരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ചെളിയോ മണ്ണോ അല്ലെങ്കിൽ വൃത്തികേടുകളോ ഒന്നും നോക്കാതെ എടുത്ത് ചാടി കടലിന്റെ മക്കൾ ജോലി ചെയ്തിട്ടും സർക്കാരുകളെ സഹായിച്ചിട്ടും അവരെ ക്യാപ്റ്റന്മാരെന്ന് സർക്കാരുകൾ തിരിച്ചു വിളിച്ചിട്ടും അവന്റെ ജീവിതം എന്ന് പറയുന്നത് കണ്ണീരാണ്. അപ്പോൾ SC വിഭാഗത്തിൽ ജീവിക്കുന്ന ആളുകളെ പോലെ തന്നെ ദരിദ്രമായി ജീവിക്കുന്ന ആ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു മകളായിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു അമ്മയായിട്ടോ ഞാൻ ഉണ്ടാകുമെന്നുള്ളത് അവർ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കർദിനാളിനെ കാണാൻ എനിക്ക് സാധിച്ചു, ലത്തീൻ സഭയുടെ. അതുപോലെ തന്നെ ലത്തീൻ സഭയുടെ ഇവിടുത്തെ അധിപനെ ഞാൻ കണ്ടു. വിവിധങ്ങളായിട്ടുള്ള പള്ളി കമ്മിറ്റികളിൽ എനിക്ക് പോകാൻ സാധിച്ചു. ധീവര സമൂഹവുമായിട്ടും ചർച്ച നടത്താൻ സാധിച്ചു. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു നോക്കുക. ഈ 3 പേരിൽ ആര് ജയിച്ചു പോയാലായിരിക്കും ഈ പാവപ്പെട്ടവരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുക? മാത്രവുമല്ലല്ലോ, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളിരിക്കാൻ പോകുന്നതല്ലേ നല്ലത്? ഈ ചോദ്യം അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രി ആലപ്പുഴയിൽ എത്തിയപ്പോഴും പറഞ്ഞത് ഒരിടത്ത് പോലും BJP സ്ഥാനാർത്ഥികൾ 2ാം സ്ഥാനത്തേക്ക് എത്തില്ല എന്നാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം ഇല്ലെന്ന് മാത്രമല്ല, LDFും UDFും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത്. എന്താണ് അതിനുള്ളൊരു മറുപടി? മുഖ്യമന്ത്രി അഖിലേന്ത്യാ തലത്തിൽ കഴിഞ്ഞ തവണ തന്നെ സീതാറാം യെച്ചൂരിയുമായിട്ടും അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടുമൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് വാഗ്ദാനം കൊടുത്തത് രാഹുൽ ഗാന്ധി സുന്ദരമായിട്ട് കേരളത്തിലേക്ക് പോന്നോട്ടെ, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാമെന്നുള്ളത് നമ്മുടെയും നിങ്ങളുടെയും പ്രധാനമന്ത്രിയാണല്ലോ, സ്ഥാനാർത്ഥിയാണല്ലോ രാഹുൽ. അപ്പൊ രാഹുൽ പ്രധാനമന്ത്രിയാകും എന്ന് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഞാനും എന്റെ മെഷീനറിയും തയ്യാറെടുപ്പ് നടത്താമെന്നൊക്കെ പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയെ വിളിച്ചു കൊണ്ടുവന്നത്. 8 നിലയിൽ പൊട്ടി. ഇന്ത്യയിൽ നരേന്ദ്രമോദിജി 350ഓളം വരുന്ന NDAയുടെ സീറ്റുകൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് അധികാരത്തിൽ വന്നു. ഇപ്പൊ 400 കടക്കുമെന്നുള്ളത് കോൺഗ്രസിന്റെ തന്നെ നേതാവ് ഖർഗേജി പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നിലനിൽക്കുന്നത്. അപ്പോ നരേന്ദ്രമോദിജി മുന്നോട്ട് പോകുന്ന കാലാംശത്തിൽ ഈ പിണറായി വിജയന്റെ വീൺവാക്കുകൾ, അതായത് അദ്ദേഹം പറയുന്നതിൽ ഏതെങ്കിലും ഒരു സത്യമുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങളുടെ മുന്നിൽ, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കടുത്ത കോടികളുടെ കണക്ക് പോലും ഒരു ധവളപത്രം ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തന്നെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മലാ സീതാരാമൻ ആവശ്യപ്പെട്ടിട്ട് ഒരു പേപ്പർ കൊടുക്കാൻ സാധിക്കാത്ത ഈ മുഖ്യമന്ത്രി പറയുന്നത് ആരാണ് ഇവിടെ വിശ്വസിക്കാൻ പോകുന്നത്? മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകള് വരെ അത് കാണാനുള്ള ഒരു യോഗം പിണറായിക്ക് ഉണ്ടാവും. കാരണം ആദ്യത്തെ കൊലപാതക കേസിലെ 1ാം പ്രതിയാണ് പിണറായി വിജയൻ. വാടിക്കൽ രാമകൃഷ്ണന്റെ കുടുംബമാണ് തകർത്തത്. ആ വാടിക്കൽ രാമകൃഷ്ണനെ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം അവിടെ തന്നെ പിണറായിയിൽ തന്നെ ഞങ്ങളുടെ റെമിത്തിനെ വെട്ടിക്കേറി കൊലപ്പെടുത്താൻ ആഹ്വാനം കൊടുത്ത ചില നേതാക്കന്മാരുടെ കൂട്ടത്തിൽ കണ്ണടച്ചുകൊണ്ട് നിൽക്കുന്ന ഈ പിണറായി വിജയന് ഈശ്വരൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മകളെ ED ചോദ്യം ചെയ്യുന്നത് കൂടി കണ്ടു മരിക്കാനുള്ള ഒരു യോഗമുണ്ടാകും. ഇന്നലെ ദല്ലാൽ നന്ദകുമാറിന്റെ പുതിയൊരു ആരോപണം വരുന്നു, അതിന് മറുപടി നൽകുന്നു. ആ മറുപടിയിൽ തന്നെ CPMനെ പ്രതിരോധത്തിലാക്കുന്ന ഉന്നത നേതാവ് CPMലേക്ക് വരുന്നതിന് വേണ്ടി BJPയിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നു എന്ന് പറയുന്നു, ഡൽഹിയിൽ പോയിരുന്നു എന്ന് പറയുന്നു, ദിവസങ്ങളടക്കം എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? നന്ദകുമാറിന് പിന്നിൽ CPM തന്നെയാണെന്നാണോ വിശ്വസിക്കുന്നത്? ഞാൻ മോൾക്ക്, അതായത് ഒരു പെൺകുട്ടി ആയതുകൊണ്ടും മാധ്യമരംഗത്ത് സ്ത്രീകൾ കൂടുതൽ വരണം എന്നുള്ളത് കൊണ്ടും ഞാൻ ആദ്യമായിട്ട് തനിക്ക് ഞാൻ കാണിക്കുകയാണ്. ഇത് ഈ ദല്ലാൽ നന്ദകുമാറിന്റെ വാട്സപ്പ് മെസ്സേജുകളാണ്.
ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിക്കാം. ഞാൻ ഒന്നും മാധ്യമ സുഹൃത്തുക്കളോട് കളവ് പറയുന്ന ആളല്ല. ഇത് ജനുവരി 17, 2023 ദല്ലാൽ വിളിച്ചതാണ്. ഈ നമ്പർ ഞാൻ നിങ്ങൾക്ക് പിന്നീട് തരുന്നതായിരിക്കും. ഇത് ശോഭാ സുരേന്ദ്രന് ഒരു ടിക്കറ്റ് എടുത്ത് അയക്കുകയാണ്. ദല്ലാൽ നന്ദകുമാർ. ഈ ദല്ലാൽ നന്ദകുമാറിന് എന്തിനാണ് ശോഭാ സുരേന്ദ്രന് ഡൽഹിയിലേക്ക്, ചെന്നൈ വഴി ഡൽഹിയിലേക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യം? അന്ന് നടന്ന ചർച്ചയിലേക്ക് പോയതാണ്. അല്ല, തീർച്ചയായിട്ടും. കാരണം ഡൽഹിയിലേക്ക് ഉന്നതനായിട്ടുള്ള നേതാവിനെ തമിഴ്നാട് കൊണ്ടുവന്ന് താമസിപ്പിച്ച് തമിഴ്നാട്ടിൽ നിന്നാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. അപ്പൊ ഇതെല്ലാം ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ഈ CPM നേതാവുമായിരുന്നു. CPM നേതാവുമായിട്ട് ഞാൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ നിന്ന് CPIM-ന്റെ നേതാവിനെ ഡൽഹിയിലേക്ക് നേരിട്ട് പറഞ്ഞയക്കുകയും ഡൽഹിയിലേക്ക് പോകേണ്ട ശോഭാ സുരേന്ദ്രൻ, ഒരേ സമയത്താണല്ലോ ചർച്ച, അപ്പൊ ചർച്ചയ്ക്ക് വേണ്ടി പോകേണ്ട ശോഭാ സുരേന്ദ്രനെ തമിഴ്നാട് വഴി പോകണമെന്ന് ശുപാർശ ചെയ്യുകയും അതിന്റെ എനിക്കുള്ള എടുത്ത ടിക്കറ്റ് വാട്സപ്പിലേക്ക് അയച്ചു തരികയും ചെയ്ത ആളാണ് ദല്ലാൽ. ഞാൻ അതിന് മറുപടി കൊടുത്തുകൂടി ഒന്ന് നോക്കണം. അതായത് ഒരു ടിക്കറ്റ്, ദല്ലാൽ നന്ദകുമാറിന്റെ ടിക്കറ്റിൽ യാത്ര ചെയ്യേണ്ട സാഹചര്യമൊന്നും ശോഭയ്ക്കില്ല. ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? ടിക്കറ്റ് പൈസ എല്ലാം നമുക്ക്, എന്റെ ഒരു ഭൂമി കച്ചവടം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ലാൻഡ് പൈസയിൽ കുറയ്ക്കാം. അതാണ് ഇത്. ധാർമ്മികതയാണ്. ഇത് എന്നാണ് അയച്ചിട്ടുള്ളത്? നിങ്ങളിത് മാധ്യമപ്രവർത്തകരെല്ലാം മനസ്സിലാക്കണം. കാരണം 17-ാം തീയതി ജനുവരി 17, 2023. അപ്പൊ 2023 ജനുവരി 17 ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് ഞാൻ ഈ രേഖകളൊന്നും എടുത്തു വെക്കാതെ എന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരുമായിട്ട് ഏറ്റവും വലിയ നേതാവുമായിട്ട് ഒരു ചർച്ച നടത്താൻ വേണ്ടി ഇവിടെ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ നേതാവിനെ കൈപ്പിടിച്ച് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഞാൻ എന്താ ബുദ്ധിയില്ലാത്ത ആളാണെന്നാണോ ഈ ദല്ലാൾ വിചാരിച്ചത്? എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിന് വന്ന ഭീഷണി കൊണ്ട് മാത്രമാണോ ഈ കമ്മ്യൂണിസ്റ്റ് നേതാവ് മടങ്ങി, അല്ലെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടോ? തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന് രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം. ഒന്ന്, ദല്ലാൽ ചതിയനാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഈ നേതാവിനെ കൊണ്ടുവരുന്ന സമയത്ത് വലിയ പൈസ കിട്ടും എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തല് ദല്ലാൾ നടത്തിയിട്ടുണ്ടാകും. ഈ രണ്ട് കാര്യങ്ങൾ നടത്തിയപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനോട് പറഞ്ഞു, ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. വളരെ വ്യക്തമായി പച്ചയ്ക്ക് തന്നെയാണ് ഞാനത് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോഴും ജീവിതത്തിന് ഭയമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ദല്ലാൽ പറയുന്നത് വരെ ഞാൻ കാത്തിരിക്കുന്നത്. ദല്ലാൽ നന്ദകുമാറും നേതാവും കൂടി ഒരുമിച്ചാണോ അവിടേക്ക് വരികയും ചെന്നൈ വഴി ഡൽഹിയിലേക്ക് എത്തുക? തീർച്ചയായിട്ടും അതെ. ചെന്നൈ വഴി ഡൽഹിയിലേക്ക് ഞാൻ പോകാൻ തയ്യാറല്ലായിരുന്നു. പക്ഷേ ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വമ്പൻ നേതാവ്, വലിയ നേതാവ് ശോഭ ദയവ് ചെയ്ത് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയത്. ഇപ്പോഴും അത്തരം നീക്കങ്ങളുണ്ടോ? ആ നേതാവ് മാത്രമാണ്? അല്ല, നീക്കങ്ങൾ നോക്കൂ. ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈപിടിക്കാനും ഞങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം തെറ്റായി പോയി എന്ന് തുറന്നു പറയാനും കേരളത്തിന്റെ വികസനവുമായി ചേർന്ന് നിൽക്കാനും ഏത് രാഷ്ട്രീയ പ്രവർത്തകൻ പരിശ്രമിച്ചാലും ആ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ കാലാകാലമായിട്ട് BJP-യിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിൽ മയക്കുമരുന്ന് കച്ചവടക്കാരെ ഞങ്ങൾ, ഇവരുടെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ പഠിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണല്ലോ. മയക്കുമരുന്ന് കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ ചേർക്കില്ല. ഈ രാജ്യത്തിന് വിധ്വംസക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന വിഘടനവാദികളുണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ കൂടെ ചേർക്കില്ല. പക്ഷേ മറ്റൊരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയ ആളാണെങ്കിലും അത് ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും രാജ്യത്ത് വേറെ ഏത് സംസ്ഥാനത്തിലാണെങ്കിലും അവരെയൊക്കെ ഞങ്ങൾക്ക് കൈപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു മാറ്റം അടുത്ത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകിക്കൊണ്ട് ഞങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് കടന്നു വരാനുള്ള അത്രയും ആളുകളാണ് BJP-യുടെ നേതൃത്വവുമായിട്ട് ചർച്ചകൾക്ക് വന്നിട്ടുള്ളത്. അവസാന മൊമെന്റിലേക്ക് കടക്കുമ്പോൾ മത്സരം ആരൊക്കെ തമ്മിലാണ് ആലപ്പുഴയിൽ? മത്സരം KC വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിലാണ്. മത്സരം KC വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിലായതുകൊണ്ടും ആരിഫ് 3-ാം സ്ഥാനത്തേക്ക് പോയതുകൊണ്ടും വേണുഗോപാലിനെ മറ്റൊരു മാനനഷ്ട കേസിലെ സോളാറിലെ ഉപദ്രവിക്കപ്പെട്ട സ്ത്രീ രംഗത്ത് വന്നപ്പോൾ ആ സ്ത്രീയെ ഒതുക്കാൻ വേണ്ടിയിട്ട് കോടികൾ കൊടുത്ത അതേ ആള് തന്നെ ഇവിടെയും രംഗത്ത് വന്ന് ശോഭാ സുരേന്ദ്രനെതിരെ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഭഗീരഥ പ്രയത്നം നടത്തി നോക്കി. മോൾ ഉൾപ്പെടെയുള്ള ഏതൊരു മാധ്യമ പ്രവർത്തകനും ശോഭാ സുരേന്ദ്രന്റെ അസറ്റ് അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും സാധിക്കും. ഞാനൊരു തുറന്ന പുസ്തകം പോലെ കേരളത്തിൽ ജീവിക്കും. ദല്ലാൽ നന്ദകുമാർ CPM ഇറക്കിയ ആളാണെന്നാണോ അതോ ബാക്കിയുള്ളവർക്ക് പങ്കുണ്ടെന്നാണോ? ദല്ലാൾ എന്ന് പറയുന്നത് വെറും ദല്ലാൾ. ദല്ലാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്ന ആൾ. അത് കോൺഗ്രസിനെ കിട്ടിയാൽ കോൺഗ്രസിന് ഉപയോഗിക്കും. ഇവിടെ കരിമണൽ കർത്തയെ കിട്ടി, ഇവിടെ കുറിക്കമ്പനി മുതലാളിയെ കിട്ടി, ഇവിടെ KC വേണുഗോപാലിനെ കിട്ടി. ആ 3 കൂട്ടരെയും ഒരേപോലെ നിർത്താൻ ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടിക്കെതിരെ മുമ്പ് എന്താ പറയാ സരിതയെ ഇറക്കിക്കൊണ്ട് കലാപങ്ങൾക്ക് അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും കുറെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച ഒരു വ്യക്തി. അതിനെ തുടർന്ന് അതേ പിണറായി വിജയനെ പൊളിക്കാൻ
അതേ പിണറായി വിജയനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ആരെങ്കിലും ഓഫർ ചെയ്തിട്ടാണോ ഈ ദല്ലാൽ BJP-യിലേക്ക് വലിയൊരു നേതാവിനെ കൊണ്ടുവന്നെന്ന് സംശയിക്കണ്ടേ? അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം എന്താണ്? ഞങ്ങളുടെ ലക്ഷ്യം, എനിക്ക് അമിത്ഷാജി നൽകിയിട്ടുള്ള ഡ്യൂട്ടിയാണ് ഓൾ ഇന്ത്യ മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ കോ കൺവീനർ സ്ഥാനം. ഏതൊരാൾ പുതിയ ആൾ കേരളത്തിൽ വരുന്നുണ്ട്, ഇതെല്ലാം പറയുന്നത് കേട്ടു ശോഭയ്ക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. ഇയാൾ ആരാണ്? എനിക്ക് ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററുമായിട്ട് ബന്ധമുണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധമുണ്ട്. ആ പ്രധാനമന്ത്രി എഴുതിയ കത്തിൽ പോലും പരാമർശിച്ചിട്ടുണ്ട്, ഫിയർലെസ് ആയിട്ട് ഒരു ഭയപ്പാടുമില്ലാതെ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശോഭ ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ് എന്ന് പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉള്ളപ്പോൾ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ. എൻ്റെ മകന് പോലും 6 റാങ്ക് കിട്ടിയ സമയത്ത്, ഡൽഹി IIT-യിൽ പഠിച്ച് 6 റാങ്ക് കിട്ടി, അയാൾക്ക് പബ്ലിക് പോളിസി സെലക്ഷൻ കിട്ടിയ സമയത്ത് 2 തവണ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഞാനും എൻ്റെ മകനും കൂടി പോയതാണ്. ഞാൻ മാധ്യമ സുഹൃത്തുക്കൾക്ക് ആർക്കും ആ ഫോട്ടോസ് അയച്ചില്ലല്ലോ. അപ്പൊ ഇതൊന്നും മോദിജിയുമായിട്ടുള്ള ബന്ധമോ അമിത്ഷാജിയുമായിട്ടുള്ള ബന്ധമൊന്നും അങ്ങനെ ലോകം മുഴുവൻ അറിയിച്ച് അതിന്റെ പേരിൽ വോട്ടൊന്നും പിടിക്കുന്ന ഒരാളല്ല ഞാൻ. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ വെളിപ്പെടുത്തലുകൾ എന്നുള്ളത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം പല അഴിമതിക്കാരെയും കൂട്ടിലടയ്ക്കാൻ, മണിച്ചിത്രത്തായിട്ട് പൂട്ടാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നത്. അതിന്റെ പേരിൽ എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അതൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. അതാണ് തുടക്കം മുതൽ തന്നെ ശോഭാ സുരേന്ദ്രൻ കാണിച്ച ഒരു കരുത്ത്. അത് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോഴും ആ ഊർജ്ജത്തിന് ഒട്ടും കുറവില്ല. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രനും NDA മുന്നണിയും. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18.